KSRTC വാങ്ങിയത് കേടുപാടുകൾ സംഭവിച്ച ബസ് ചേസുകളായിരുന്നുവെന്നാണ് ആരോപണം. ചേസുകൾ കൊണ്ടുവരുമ്പോൾ തന്നെ ഡാമേജ് എന്നും ഓൺലി ഫോർ KSRTC എന്നുമുള്ള അശോക് ലൈലൻഡിന്റെ സ്റ്റിക്കർ പതിച്ചിരുന്നുവെന്ന് തൊഴിലാളി യൂണിയൻ നേതാവ് M. വിൻസെന്റ് MLAയുടെ വെളിപ്പെടുത്തൽ. പർച്ചേസ് അഴിമതി നടന്നിട്ടുണ്ടെന്നും വിജിലൻസ് അന്വേഷിക്കണമെന്നുമാണ് വിൻസെന്റ് MLAയുടെ ആവശ്യം. അശോക് ലൈലൻഡിന്റെ സ്റ്റിക്കറിന്റെ പതിപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ഈ വാഹനം വന്നപ്പോൾ തന്നെ അതിലൊട്ടിച്ചിരുന്ന ഒരു സ്റ്റിക്കറുകൾ തൊഴിലാളികൾ ഞങ്ങളെ കാണിച്ചിരുന്നു. ആ സ്റ്റിക്കറിൻ്റെ ചിത്രം ഞങ്ങൾ എടുക്കുകയും ചെയ്തു. അതിലെഴുതിയിരിക്കുന്നത് റിജക്റ്റഡ് എന്നിട്ട് ഓൺലി ഫോർ KSRTC, സ്ക്രാപ്പ് ഐറ്റം ആണെന്നുള്ള വരെ അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇതാണ് ആ സ്റ്റിക്കർ. ഇത് കണ്ടോ, സ്റ്റിക്കർ അശോക് ലൈലാൻഡിൻ്റെതാണ്. ഇതിൽ റിജക്ഷൻ മെറ്റീരിയൽ സ്ക്രാപ്പ് എന്നെഴുതിയിരിക്കുന്നു. കൂടാതെ പേന കൊണ്ട് ഇങ്ങനെയും ഓൺലി ഫോർ KSRTC എന്ന്. ബസ് ബോഡിപ്പണിയും കഴിഞ്ഞ് പുത്തനായി ആനേറ സ്വിഫ്റ്റിൻ്റെ ഓഫീസിലെത്തിച്ചപ്പോഴാണ് അന്ന് തന്നെ ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. എഞ്ചിൻ്റെ ഭാഗത്തും ചേസിൻ്റെ പല ഭാഗങ്ങളിലുമൊക്കെയായി ഇങ്ങനെ ഒട്ടിച്ചു വെച്ചു എന്ന്. ഉടൻ തന്നെ സ്റ്റിക്കറുകൾ മാറ്റിയതായും ജീവനക്കാർ പറയുന്നു. അതിനിടെ എടുത്തതാണിത്. അന്ന് വാങ്ങിയ 100-ലേറെ ബസ്സുകൾക്കും പ്രശ്നമുണ്ടെന്നും വിജിലൻസ് അന്വേഷണം വേണമെന്നും M. വിൻസെന്റ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. സ്റ്റേറ്റ് വിജിലൻസിനെ കൊണ്ട് അന്വേഷിക്കണം. സ്റ്റേറ്റ് വിജിലൻസിന്റെ അന്വേഷണം ഈ കാര്യത്തിൽ അനിവാര്യമാണ്. KSRTC എഞ്ചിനീയർമാരെ കൊണ്ട് പരിശോധിപ്പിക്കുമെന്നാണ് മന്ത്രി പറയുന്നത്. അത് കള്ളനെ താക്കോലേൽപ്പിക്കുന്നതിന് തുല്യമാണെന്നും അന്ന് ഈ ബസ്സുകളുടെ ക്വാളിറ്റി പരിശോധിച്ചവർ ഇതേ എഞ്ചിനീയർമാരാണെന്നും M. വിൻസെന്റ് MLA പറഞ്ഞു. പുത്തൻ സ്വിഫ്റ്റ് ബസ് റോഡിലിറക്കിയ സമയത്ത് എങ്ങനെയാണ് അശോക് ലൈലാൻഡിന്റെ സ്റ്റിക്കറിൽ ഡാമേജ് എന്നും ഓൺലി ഫോർ KSRTC എന്നും വന്നത്? ഏതായാലും INTUC വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് കഴിഞ്ഞു. പർച്ചേസിലെ അഴിമതി കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട്. റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. വിവരങ്ങളുമായി TV പ്രസാദ് നമുക്ക് പങ്കുചേരുന്നു. TV പ്രസാദ്, ഇപ്പോൾ വിൻസെന്റ് MLA പുറത്തുവിട്ടിരിക്കുന്ന, നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ സ്റ്റിക്കറിൽ പറയുന്നത് പോലെയാണെങ്കിൽ ഇതൊരു ഗുരുതരമായ ഒരു വിഷയമാണ്. മാത്രവുമല്ല ഒരു വലിയ അഴിമതിയിലേക്ക് വിരൽ ചൂണ്ടുന്നതുമാണ്. 100ഓളം ബസ്സുകൾ ഇങ്ങനെ ഒരൊറ്റ ബാച്ചിൽ വാങ്ങുകയും ആ എല്ലാ ബസ്സുകളിലും സമാനമായ സ്റ്റിക്കർ പതിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ക്രാപ്പായി മാറ്റിവെച്ചിരിക്കുന്ന, മറ്റ് ക്വാളിറ്റി ടെസ്റ്റിൽ പരാജയപ്പെട്ടിരിക്കുന്ന വാഹനങ്ങളാണ് KSRTCക്ക് നൽകിയതെന്ന് വരും. അങ്ങനെ വന്നാൽ അതൊരു വലിയ അഴിമതിയാണ്, അതൊരു വലിയ ചതിയാണ്. ഇതിലേക്ക് അന്വേഷണത്തിനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? TV പ്രസാദ്, ഗതാഗത വകുപ്പ് മന്ത്രി ഇതിനെ ഗൗരവമായി തന്നെയല്ലേ കാണുന്നത്? അരുൺ, ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ്. അരുൺ പറഞ്ഞത് തന്നെയാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. എങ്ങനെയാണ് അശോക് ലൈലാൻഡിൻ്റെ റിജക്ഷൻ സ്ക്രാപ്പ് മെറ്റീരിയലായ ഒരു സ്റ്റിക്കർ ഈ KSRTCയിലെ പാപ്പനംകോടുള്ള ജീവനക്കാർക്ക് അല്ലെങ്കിൽ ആനേറയിലുള്ള ജീവനക്കാർക്ക് കിട്ടിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് സ്റ്റിക്കർ കണ്ടു കഴിഞ്ഞാൽ അത് അശോക് ലൈലാൻഡിൻ്റെ സ്റ്റിക്കർ തന്നെയാണ്. ഓൺലി ഫോർ KSRTCയും എന്ന് എഴുതിയിട്ടുണ്ട്. റിജക്റ്റ് ചെയ്തതുമാണ്. ഇത് വാഹനത്തിൽ നിന്ന് ഫോട്ടോ എടുത്തതാണ് എന്നാണ് ജീവനക്കാർ പറയുന്നത്. വിൻസെന്റ് പറയുന്നതിന് മുമ്പ് തന്നെ ജീവനക്കാർ ഇത് നമുക്ക് അയച്ചു തന്നിട്ടുമുണ്ട്. പക്ഷേ വിൻസെന്റ് MLA വളരെ കൃത്യമായി ഔദ്യോഗികമായി പറയുന്നത് ഇത് ബസ്സിൽ ഒട്ടിച്ചത് തന്നെയാണ്, ആ സമയത്ത് ജീവനക്കാർ എടുത്ത ഫോട്ടോ തന്നെയാണ് എന്നതാണ്. അരുൺ, അതിനോട് കൂട്ടിച്ചേർത്താണ് നമ്മുടെ സ്വിഫ്റ്റ് ബസ്സുകളുടെ 2 ചേസിസുകൾ 2 വർഷത്തിനിടയിൽ പൊട്ടിപ്പോയി എന്നുള്ളതും കൂടി ചേർത്ത് വായിക്കേണ്ടത്. അവിടെയാണ് അതിൻ്റെ പ്രശ്നം നിലനിൽക്കുന്നത്. ഗണേഷ് കുമാർ തന്നെ നമ്മളോട് പറഞ്ഞത് ആ റോഡിലെ പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഇവിടുത്തെ പ്രശ്നങ്ങൾ കൊണ്ടോ അങ്ങനെ ഒരു പൊട്ടലുണ്ടാകില്ല, അത് മാനുഫാക്ചറർ ഡിഫക്റ്റ് തന്നെയാണ് എന്നതാണ്. അങ്ങനെയാണെങ്കിൽ അരുൺ, വിൻസെന്റ് പറഞ്ഞതുപോലെ ഇത് അശോക് ലൈലാൻഡിൽ റിജക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സ്ക്രാപ്പിന് കൊടുക്കാൻ മാറ്റിവെച്ച ബസ്സുകളിൽ ചിലതാണോ KSRTCക്ക് കൈമാറിയത് എന്നതാണ്. ഒന്നിച്ച് 100-ലേറെ ബസ്സുകൾ, 131 ബസ്സുകൾ എടുത്തു എന്ന കാര്യം നമ്മൾ മറന്നുപോയിക്കൂടാ. അങ്ങനെയെങ്കിൽ ഈ ബാച്ചിലുള്ള ബസ്സുകൾ മൊത്തം പരിശോധിക്കേണ്ടതുണ്ട്. വിൻസെന്റ് ഉയർത്തുന്ന പ്രധാനപ്പെട്ട കാര്യം ഇത് KSRTCയിലെ തന്നെ എഞ്ചിനീയർമാരെ കൊണ്ട് അന്വേഷിക്കുന്നു എന്ന മന്ത്രിയുടെ വാദം ശരിയല്ല. അങ്ങനെ മുമ്പേ ഉണ്ടായ KSRTCയിലെ അന്നത്തെ എഞ്ചിനീയർമാർ, 2 വർഷം മുമ്പുള്ള അതേ എഞ്ചിനീയർമാരാണ് ഇപ്പോഴും തുടരുന്നത്. അവർ നോക്കിയിട്ടാണ് ഇതിന് ക്വാളിറ്റിക്ക് ഒരു
യാതൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് ഈ ബസ് വാങ്ങിക്കുകയും ചെയ്ത് പിന്നെ എങ്ങനെയാണ് ആ എഞ്ചിനീയർമാരെ കൊണ്ട് തന്നെ അന്വേഷിക്കുന്നത്? അത് ശരിയല്ലെന്നും പുറത്തു നിന്നുള്ള ഏതെങ്കിലും എഞ്ചിനീയറിംഗ് കോളേജോ അല്ലെങ്കിൽ IIT പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വന്ന് അന്വേഷണം നടത്തണം, പരിശോധന നടത്തണം എന്നുമാണ് വിൻസെന്റ് MLA അതുപോലെ തന്നെ INTC ആവശ്യപ്പെടുന്നത്. അരുൺ, ഇത് വിൻസെന്റ് പറഞ്ഞത് ശരിയാണെങ്കിൽ ഇത് KSRTC ബസ് പുത്തനായി വരുമ്പോൾ ബസ്സിൽ തന്നെ പതിച്ചിട്ടുണ്ടായ സ്റ്റിക്കർ ആണെങ്കിൽ ഗുരുതരമാണ്. റിജക്റ്റഡ് എന്നത് നമ്മുടെ KSRTCയിലേക്ക് എത്തി എന്നതാണ് സ്വാഭാവികമായും ഗൗരവമുള്ള ഒരു അന്വേഷണം ഇതിൽ വേണ്ടിവരും. അരുൺ, TV പ്രസാദ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൽ ഗൗരവമേറിയ ഒരു അന്വേഷണം വേണ്ടിവരും. 100ഓളം ബസ്സുകളാണ് ഒരൊറ്റ ബാച്ചിൽ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. എല്ലാ ബസ്സുകളിലും സമാനമായ സ്റ്റിക്കർ ഉണ്ടായിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ സ്റ്റിക്കറിൻ്റെ സത്യസന്ധത പരിശോധിച്ചതിന് ശേഷം ഇത്തരത്തിൽ ഒരു നടപടി എടുക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അടുത്ത കാലത്ത് നമ്മൾ കണ്ട വലിയൊരു അഴിമതിയിലേക്ക് വിരൽ ചൂണ്ടുകയാണോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യവും. ഇല്ലെങ്കിൽ എന്തിനാണ് ഡാമേജായ ക്വാളിറ്റി ചെക്കിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് സ്റ്റിക്കർ പതിച്ചിരിക്കുന്ന ബസ്സുകൾ KSRTC ഉള്ളി എന്നെഴുതി KSRTC പർച്ചേസ് ചെയ്യുന്നത്? പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഗതാഗത വകുപ്പ് മന്ത്രി നടപടിയെടുക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 46 മിനിറ്റ് ആയിരിക്കുന്നു. ഒരു ചെറിയ ഇടവേള കൂടി വേണം. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പ്രേക്ഷകരെ തേടി നിൽക്കുന്നു. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ ആ BJP യുടെ പഴയ പ്രവർത്തകൻ ആരാണ്?